നമസ്കാരം. സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയുന്നില്ലെങ്കിലും അയൽപ്പക്കത്തെ തല്ലി തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിചിത്ര സ്വഭാവം പാകിസ്ഥാൻ കാലങ്ങളായി പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന പാകിസ്ഥാന്റെ ഫെഡറൽ മന്ത്രി അതാഉല്ല തരാറിന്റെ പ്രസ്താവന കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ അമ്പരന്നിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്ന് IMFന്റെ പടിവാതിക്കൽ ഓരോ മാസവും ഭിക്ഷയ്ക്കായി നിൽക്കുന്ന ഒരു രാജ്യം ലോകമഹാശക്തികൾ നേർക്കുനേർ നിൽക്കുന്ന യുദ്ധക്കളത്തിൽ സമാധാന ദൂതുമായി വരുന്നു. മേഖലയാകെ കത്തുമ്പോൾ അതിനിടയിൽ കയറി ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അതിരുകടന്ന ആത്മവിശ്വാസമാണോ അതോ ലോകശ്രദ്ധ തിരിക്കാനുള്ള അടവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് സർക്കാർ ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത് കൃത്യമായ ചില അജണ്ടകളുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. അടുത്തിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോയി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ കണ്ട് മടങ്ങിയതിന് പിന്നാലെയാണ് ഈ സമാധാന ബുദ്ധി ഉദിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് ഇറാന്റെ നീക്കങ്ങളിൽ വലിയ ആശങ്കയുണ്ടെന്ന് ഷെരീഫിനറിയാം. ഈ ആശങ്കയെ മുതലെടുത്ത് അറബ് രാജ്യങ്ങളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കണ്ണിലുണ്ണിയാകാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഗോതമ്പ് പൊടിയും വൈദ്യുതിയും നൽകാൻ പോലും ശേഷിയില്ലാത്തൊരു ഭരണകൂടം ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള നൂലാമാലകൾ അഴിക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പരിഹാസമല്ലാതെ മറ്റൊന്നും തോന്നാനില്ല. ഇറാനുമായുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ചാണ് തരാർ വാചാലനാകുന്നത്. എന്നാൽ ഇതേ ഇറാനുമായി മാസങ്ങൾക്ക് മുൻപ് അതിർത്തിയിൽ മിസൈലുകൾ കൈമാറിയ ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളതെന്ന കാര്യം അവർ പൂർവ്വം മറക്കുന്നു. മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ സത്യത്തിൽ പാകിസ്ഥാൻ എന്നത് ലോക രാഷ്ട്രീയത്തിലെ ഒരു അസ്ഥിരതയുടെ കേന്ദ്രം മാത്രമാണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം വഷളായി നിൽക്കുന്നു. സ്വന്തം അതിർത്തിയിൽ ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു. രാഷ്ട്രീയ അസ്ഥിരത കാരണം ജനം തെരുവിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇവർ കൈകടത്തുന്നത്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാൻ മന്ത്രി നടത്തിയ പ്രസ്താവനകൾ ശരിക്കും ഒരു കോമഡി സ്കിറ്റിന് തുല്യമാണ്. ലോകത്തെ വമ്പൻ ആയുധ ശക്തികൾ മാറ്റുരയ്ക്കുന്ന ഒരു യുദ്ധത്തിൽ സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഭ്രമം മാത്രമാണ്. ഈ മധ്യസ്ഥ ശ്രമത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തങ്ങളും പ്രസക്തരാണെന്ന് കാണിക്കുക. ഇറാൻ പ്രതിസന്ധിയിൽ ഇടപെടുന്നതിലൂടെ അമേരിക്കയുടെ പക്കൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായമോ ആയുധമോ കിട്ടുമോ എന്നാണ് ഷഹബാസ് ഷെരീഫ് നോക്കുന്നത്. അതായത് സമാധാനം എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവട ചരക്ക് മാത്രമാണ്. സൗദി അറേബ്യയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കി തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെങ്കിലും താങ്ങി നിർത്താനുള്ള ഒരു പാഴ്ശ്രമമായി മാത്രമേ ഈ മധ്യസ്ഥ നീക്കത്തെ കാണാൻ കഴിയൂ. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ ആശങ്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ മാത്രം ഇത് തങ്ങൾക്കുള്ള ഒരു ഭാഗ്യ പരീക്ഷണമായിട്ടാണ് കാണുന്നത്. പാകിസ്ഥാന്റെ ഈ ഇടപെടൽ തന്ത്രം ഒരു സർക്കസ് കൂടാരത്തിലെ വിദൂഷകന്റെ പ്രകടനം പോലെയാണ്. ലോകം ഗൗരവകരമായ ഒരു യുദ്ധഭീഷണിയിൽ നിൽക്കുമ്പോൾ പരിഹാസ്യമായ ഇത്തരം പ്രസ്താവനകളിലൂടെ തമാശ ഉണ്ടാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. സമാധാനം ഉണ്ടാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തെ പട്ടിണി മാറ്റാനും ഭീകരവാദം അവസാനിപ്പിക്കാനുമാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടത്. ഇറാന്റെയും US-ന്റെ ഇടയിൽ നിന്ന് മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന പാകിസ്ഥാന്റെ അവസ്ഥ സ്വന്തം വീട് കത്തുമ്പോൾ അടുത്ത വീട്ടിലെ പുകയണയ്ക്കാൻ പോകുന്നവന്റെ ഗതിയാകാതിരുന്നാൽ മതിയായിരുന്നു. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തമാശയാകാൻ ഇതിലും നല്ലൊരു വഴി ഇനി ഷഹബാസ് ഷെരീഫിന് കണ്ടുപിടിക്കാനില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.